നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ഡാഷ് ഓണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ? ഇവിടെ ആൻ ആണോ, ദ ആണോ, എ ആണോ, അതോ നൺ ഓഫ് ദീസ് ആണോ? ഈ ഓണറബിൾ എന്ന് കണ്ടുകൊണ്ട് പലരും പെട്ടെന്ന് ആൻ എടുത്ത് എഴുതി വെക്കും. കാരണം അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓണറബിളിന് ശേഷം ആൻ ആണ് വരേണ്ടത്. കാരണം എച്ച് സൈലന്റ് ആയിട്ട് പിന്നെ ഓ എന്ന് പറയുന്ന ശബ്ദം തൊട്ടാണ് ഉച്ചരിക്കുന്നത്. ഓ എന്ന് പറയുന്നത് വവലാണ്, വവൽ ശബ്ദമാണ്. അതുകൊണ്ട് ആൻ എഴുതി വെക്കും. ശരിയാണ്. പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഫുൾ വായിച്ചു നോക്കും. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഈ മിനിസ്റ്റർ എന്ന് പറയുന്ന സംഭവം തിരിക്കുന്നു, സ്പെസിഫൈ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയി ഈ മിനിസ്റ്റർ എന്ന് പറയുന്നത്, മന്ത്രി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, വെറൊരു മിനിസ്റ്റർ അല്ല, വിദ്യാഭ്യാസ മിനിസ്റ്റർ എന്നാണ് ചോദിക്കുന്നത്, വിദ്യാഭ്യാസ മന്ത്രി. അങ്ങനെയാകുമ്പോൾ ഇത് സ്പെസിഫൈഡ് ആവുന്നു. അപ്പോൾ അല്ലെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ ആവുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ നമ്മൾ ഏത് ആർട്ടിക്കിൾ എഴുതാവൂ? ഡെഫിനറ്റ് ആർട്ടിക്കിൾ എഴുതാവൂ. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ആയിരിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഹു ഈസ് ദ ഓണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് വരേണ്ടത്. കാരണം ഇവിടെ ഒരു പൊസിഷനെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ ഉപയോഗിക്കാം. കാരണം എഡ്യൂക്കേഷൻ മന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊസിഷനാണ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് ദ ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ എങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ദ ആണ്. ഹു ഈസ് ദ ഓണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹി വിൽ ബി ഹിയർ ആഫ്റ്റർ ഡാഷ് അവർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് 1 മണിക്കൂറിന് ശേഷം അവൻ ഇവിടെ എത്തും എന്നാണ് പറയുന്നത്. അപ്പൊ 1 മണിക്കൂർ, അവർ എന്ന് വെച്ചാൽ നമുക്കറിയാം മണിക്കൂർ എന്ന. 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ എയോ ആനോ വരണം. ഇവിടെ എന്ത് വരും? ഇവിടെ നോക്കാം, നമ്മൾ അവർ എന്നാണ് പറയുന്നത്, ഹവർ എന്നല്ല. എച്ച് വെച്ചല്ല വിളിച്ചിരിക്കുന്നത്, പിന്നെ അവർ എന്നാണ്. എച്ച് ഇവിടെ സൈലന്റ് ആണ്. അങ്ങനെയാകുമ്പോൾ ആ എന്ന് പറയുന്ന രീതിയിലാണ് തുടങ്ങുന്നത്, ഉച്ചരിക്കുന്നത്. ആ എന്ന് പറയുന്നത് വവൽ ശബ്ദമാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ആനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഹി വിൽ ബി ഹിയർ ആഫ്റ്റർ ആൻ അവർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് മാൻ ഈസ് മോർട്ടൽ. ഇവിടെ ദ ആയിരിക്കുമോ, എ ആയിരിക്കുമോ, ആൻ ആയിരിക്കുമോ, അതോ ആർട്ടിക്കിൾ വേണ്ടേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാൻ ഈസ് മോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ നശ്വരനാണ്, എന്ന് വെച്ചാൽ നശിക്കും. മനുഷ്യൻ എവർ ലാസ്റ്റിംഗ് ആണ്. എപ്പോൾ വേണമെങ്കിലും അവന്റെ ആ ജീവിതം അവസാനിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരെയുമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ആൾക്കാരെയും സൂചിപ്പിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മൾ ദ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം ദ കൗ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ കൗവിനേക്കാൾ ഉപരി എന്താണ്? ആ ഒരു സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ദ ചേർക്കുമ്പോൾ. ഇവിടെ നമ്മൾ ആ തരത്തിൽ ദ ചേർക്കേണ്ട കാര്യമില്ല. ഇവിടെ മാൻ എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യനെ മൊത്തത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അർത്ഥം മാൻ ഉണ്ടായതുകൊണ്ട്, മാൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത്, ഇനി പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട? ഒരു ദ ഇവിടെ ചേർക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ മാൻ ഇസ് മോർട്ടൽ എന്ന് മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? നോ ആർട്ടിക്കിൾ എന്നുള്ളതായിരിക്കും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് ലാംഗ്വേജ് ദാറ്റ് ഹി യൂസ്ഡ് വാസ് ഹിന്ദി. എന്ന് വെച്ചാൽ അവൻ ഉപയോഗിച്ച ഭാഷ ഹിന്ദിയാണെന്നാണ് പറയുന്നത്. അപ്പൊ അവൻ ഉപയോഗിച്ച ഭാഷയാണ് പറയുന്നത്, ഭാഷയെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആ ഭാഷ എന്ന് പറയുന്നത് എന്തായി മാറുന്നു? സ്പെസിഫൈഡ് ആവും, അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയി മാറുന്നു. ഓക്കെ. അപ്പൊ ആ ഭാഷ എന്താണ്? ഹിന്ദിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഭാഷയാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ഭാഷ ഇവിടെ എന്തായി മാറുന്നു? ഡെഫിനറ്റ് ആയി മാറുന്നു, അല്ലെങ്കിൽ സ്പെസിഫൈഡ് ആയി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം? ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അപ്പൊ എങ്ങനെ ആയിരിക്കും കറക്റ്റ് ആൻസർ? ദ ലാംഗ്വേജ് ദാറ്റ് ഹി യൂസ്ഡ് വാസ് ഹിന്ദി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹി യൂസ്ഡ് ടു റീഡ് ഡാഷ് ബൈബിൾ വെൻ ഹി വാസ് യങ്. അതായത് അവൻ ചെറുപ്പമായിരുന്നപ്പോൾ അവൻ ബൈബിൾ വായിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക്, അപ്പൊ അങ്ങനെയുള്ള വരുമ്പോൾ നമ്മൾ അതിന്റെ തൊട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? ദ ആണ് വരേണ്ടത്. ഓക്കെ. ആൻസർ ആൻസർ ദ ആയിരിക്കും. അപ്പൊ ഹി യൂസ്ഡ് ടു റീഡ് ദ ബൈബിൾ വെൻ ഹി വാസ് യങ് എന്നാണ് വരേണ്ടത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. Dash Andamans are a group of islands in Dash Bay of Bengal.
അപ്പൊ ഇവിടെ എന്ത് വരും നോക്കുക, ആൻഡമൻ. ആൻഡമൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ്വീപുകളുടെ സമൂഹമാണ്. ഒരു ദ്വീപുകളുടെ സമൂഹമായിട്ടാണ് നമ്മൾ ആൻഡമൻ എന്ന് പറയുന്നത്. ആൻഡമൻ ആൻഡ് നിക്കോബാർ എന്ന് നമ്മൾ പറയത്തില്ലേ. ഒരു ദ്വീപിന്റെ തൊട്ടുമ്പ് നമ്മൾ എന്ത് ഉപയോഗിക്കാറില്ല? ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറ്. ഇപ്പൊ ശ്രീലങ്ക എന്ന ഒറ്റ ദ്വീപാണ്. അപ്പൊ അതിന്റെ തൊട്ടിൽ നമുക്ക് ആർട്ടിക്കിൾസ് വേണ്ട. എന്നാൽ ആൻഡമൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഒരു ദ്വീപിന്റെ സമൂഹങ്ങൾ, ദ്വീപുകളുടെ സമൂഹമാണ്. എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിന് തൊട്ടുമ്പോൾ നമ്മൾ ഉപയോഗിക്കണം, ദ ഉപയോഗിക്കണം. അപ്പം ദ ആൻഡമൻസ് എന്നാണ് പറയുന്നത്. ദ ആൻഡമൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഇൻ ഡാഷ് ബേ ഓഫ് ബംഗാൾ. നമ്മളുടെ ബേ എന്ന് പറയുന്ന സംഭവം അതിന്റെ മാത്രം ഉപയോഗിക്കുമ്പോൾ അതിന്റെ തൊട്ടുമ്പോൾ എന്ത് വേണ്ട? ആർട്ടിക്കിൾസ് വേണ്ട. എന്നാൽ ഇവിടുത്തെ ബേ ആണെന്നാണ് പറയുന്നത്, ബംഗാളിന്റെ ബേ ഓഫ് ബംഗാൾ. അങ്ങനെ ആ ബേക്ക് എന്ത് ചെയ്യുന്നു? ഒരു സ്പെസിഫിക്കേഷൻ കിട്ടുന്നു, ഒരു ഡെഫിനറ്റ് ആയി മാറുന്നു ആ ബേ. അങ്ങനെയാകുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ ഉപയോഗിക്കാം. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്, ദായും ദായും. അപ്പൊ അങ്ങനെ വരും, ദ ആൻഡമൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ എന്നാണ് ശരിയായിട്ടുള്ള കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഡാഷ് ബ്രേവ് സോൾജിയർ ലോസ്റ്റ് ഹിസ് ആം ഇൻ ഡാഷ് റെസ്ക്യൂ ഓപ്പറേഷൻ. എന്നുവെച്ചാൽ ധീരനായ സോൾജിയറിന് അവന്റെ കൈ നഷ്ടപ്പെട്ടു. എവിടെയാണ്? ഒരു റിസ്കി ആയിട്ടുള്ള ഓപ്പറേഷൻ. ഒരു ഭയങ്കര അപകടകരമായ ഒരു പോരാട്ടത്തിൽ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ അവന് ആ ബ്രേവ് സോൾജറിന് എന്ത് സംഭവിച്ചെന്ന അവന്റെ കൈ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ബ്രേവ് സോൾജർ എന്തായി മാറുന്നു? ഡെഫിനറ്റ് ആയി മാറും. ഏതോ ഒരു ബ്രേവ് സോൾജർ അല്ല, ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്ത സോൾജർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ധീരനായ പട്ടാളക്കാരൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ ബ്രേവ് സോൾജർ അവിടെ എന്തായി മാറുന്നു? ഡെഫിനറ്റ് ആയി മാറുന്നു, സ്പെസിഫൈഡ് ആയി മാറുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ദ ഉപയോഗിക്കാം. അപ്പൊ ദ ബ്രേവ് സോൾജർ ലോസ്റ്റ് ഹിസ് ആം എപ്പോഴാ? ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ. ഇൻ എ റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് വേണം. അപ്പൊ ഇവിടെ എ ആണ് ഇവിടെ ആൻസർ ആയി വരിക. അപ്പം ദ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പം ദ ബ്രേവ് സോൾജിയർ ലോസ്റ്റ് ഹിസ് ആം ഇൻ എ റെസ്ക്യൂ ഓപ്പറേഷൻ എന്നാണ് വരേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. കാരണം ദ ഇവിടെ വരുന്നു, എ ഇവിടെയും വരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് ഫയർമെൻ മാനേജ് ടു കീപ് ഡാഷ് ഫയർ അണ്ടർ കൺട്രോൾ. അതായത് ഈ പറയുന്ന ഫയർമെൻ, ഫയർഫോഴ്സിലെ ആൾക്കാർക്ക് അവരെന്ത് ചെയ്തു? അവര് പരിശ്രമിച്ചു, അല്ലെങ്കിൽ അവര് ശ്രമിച്ചു, അല്ലെങ്കിൽ അവര് മാനേജ് ചെയ്തു. എന്തിനാ? ടു കീപ് ഡാഷ് ഫയർ അണ്ടർ കൺട്രോൾ. ആ തീയെ നിയന്ത്രണ വിധേയമാക്കുവാൻ അവർ പരിശ്രമിച്ചു എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ ഈ ഫയർമാൻ എന്ന് പറയുന്നത് ഏതോ ഒരു ഫയർമാൻ അല്ല, ഈ മാനേജ് ചെയ്ത ഫയർമാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ വരുമ്പോൾ ആ ഫയർമാൻ എന്ത് ചെയ്യുന്നു? സ്പെസിഫൈഡ് ആവുന്നു. അപ്പോൾ എവിടെയോ കത്തിയ ഒരു തീയല്ല, ഈ പറയുന്ന ഇവിടെ ഉദ്ദേശിക്കുന്ന ആ അഗ്നിയാണ് അല്ലെങ്കിൽ തീയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ആ തീ എന്തായി മാറുന്നു? ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള സംഭവമായി മാറുന്നു. അങ്ങനെ നമ്മൾ രണ്ടിടത്തും എന്താണ് വരേണ്ടത്? ദ എന്ന് പറഞ്ഞ ഡെഫിനറ്റ് ആർട്ടിക്കിളാണ് വരേണ്ടത്. അപ്പൊ എങ്ങനെയായിരിക്കും ആൻസർ? ദ ഫയർമാൻ മാനേജ് ടു കീപ് ദ ഫയർ അണ്ടർ കൺട്രോൾ എന്നാണ് വരേണ്ടത്. ഇപ്പം ദ വന്നിരിക്കുന്ന ഏതെന്ന് നോക്കുമ്പോൾ ഏതാണ്? ഈ പറയുന്ന ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പൊ ദ ഫയർമാൻ മാനേജ് ടു കീപ് ദ ഫയർ അണ്ടർ കൺട്രോൾ എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി ഒൻപതാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഡാഷ് ഷിപ്പ് ഈസ് നോട്ട് ഇൻ ഡാഷ് കണ്ടീഷൻ ടു മേക്ക് ഡാഷ് ലോങ് വോയേജ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പറയുന്ന ഷിപ്പ് എന്തല്ല, ആ ഒരു കണ്ടീഷനല്ല, ആ ഒരു അവസ്ഥയിലല്ല. എങ്ങനെയുള്ള അവസ്ഥ? ഒരു ലോങ് വോയേജ്, ഒരു നീണ്ട യാത്ര നടത്തുവാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല ആ ഷിപ്പ് എന്ന് പറയുന്നത്. ഏതൊരു ഷിപ്പല്ല, നമ്മളിവിടെ പറയപ്പെടുന്ന ഷിപ്പ് എന്ന് വെച്ചാൽ അവിടെ ആ ഷിപ്പ് അവിടെ എന്തായി മാറുന്നു? സ്പെസിഫൈഡ് ആയി മാറുന്നു, ഡെഫിനറ്റ് ആയി മാറും. അവിടെ ആ ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷിപ്പിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. എല്ലാ ഷിപ്പും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അപ്പൊ ഏതോ ഒരു ഷിപ്പ് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷിപ്പ്. അങ്ങനെ ആ ഷിപ്പിനൊരു പെക്യുലാരിറ്റി ഉണ്ട്. ആ പെക്യുലാരിറ്റിയാണ് തുടർന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളോട് എന്ത് ഉപയോഗിക്കാവൂ? ദ ഉപയോഗിക്കാം. അപ്പൊ ദ ഷിപ്പ് ഈസ് നോട്ട് ഇൻ എ കണ്ടീഷൻ, ആ ഒരു അവസ്ഥയിലല്ല, എന്തെല്ലാം ഒരു അവസ്ഥയല്ല
ടു മേക്ക് ഒരു ലോങ് വോയേജ്. ഒരു ലോങ് വോയേജ് എന്ന് പറയുമ്പോൾ അവിടെ എ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദ എ എ അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് ദ എ എ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡാഷ് ഷിപ്പ് ഈസ് നോട്ട് ഇൻ എ കണ്ടീഷൻ ടു മേക്ക് ഡാഷ് ലോങ് വോയേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ആൻസർ? ദ ഷിപ്പ് ഈസ് നോട്ട് ഇൻ എ കണ്ടീഷൻ ടു മേക്ക് എ ലോങ് വോയേജ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വി വാണ്ട് ഡാഷ് ഹെൽപ്പ് ഓഫ് ഡാഷ് ഫ്യൂ വോളണ്ടിയേഴ്സ്. ഉദ്ദേശിക്കുന്നത് കുറച്ച് വോളണ്ടിയേഴ്സിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ വെറും ഏതോ ഒരാളുടെ സഹായമാണോ? അല്ല, കുറച്ച് വോളണ്ടിയേഴ്സിന്റെ സഹായം. അപ്പൊ അങ്ങനെ ആ സഹായം അവിടെ എന്തായി മാറുന്നു? ഡെഫിനറ്റ് ആയി മാറും. കാരണം ആരുടെ സഹായമാണ്? ഈ പറയപ്പെടുന്ന കുറച്ച് വോളണ്ടിയേഴ്സിന്റെ സഹായം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സഹായമല്ല, ഇവരിൽ നിന്നുള്ള സഹായമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അപ്പോൾ ആ സഹായം എന്തായി മാറുന്നു? ഡെഫിനറ്റ് ആയി മാറുന്നു, സ്പെസിഫൈഡ് ആയി മാറുന്നു. അങ്ങനെയുള്ള സഹായത്തിൽ നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിക്കാവൂ? ദായാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വി വാണ്ട് ദ ഹെൽപ്പ് ഓഫ്, ഇനി കുറച്ച് വോളണ്ടിയേഴ്സ് എന്ന് പറയണം. നമുക്ക് വെറും ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്തായി മാറും? അത് നെഗറ്റീവ് മീനിങ് ആയി മാറും, ഒട്ടുമില്ല എന്നൊരർത്ഥം വരും. എന്നാൽ അതിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അതിന് തൊട്ട് മുമ്പ് ഒരു എ എന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ വി വാണ്ട് ദ ഹെൽപ്പ് ഓഫ് എ ഫ്യൂ വോളണ്ടിയേഴ്സ് എന്ന് വരും. അങ്ങനെ ഇവിടെ ഏതാന്ന് നോക്കുമ്പോൾ ഇവിടെ രണ്ടിടത്തും എയും ബിയും ദ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ചോദ്യത്തിലൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ എന്തായാലും നമുക്കിവിടെ എയോ ബിയോ ആൻസർ ആയിട്ട് എഴുതാം. കാരണം രണ്ടിടത്തും ദ എ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ ദയും എയുമാണ് ഇവിടെ ആൻസറായി വരേണ്ടത്. അപ്പൊ വി വാണ്ട് ദ ഹെൽപ്പ് ഓഫ് എ ഫ്യൂ വോളണ്ടിയേഴ്സ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. നമസ്കാരം, എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ചെങ്ങന്നൂരാണ് എൻ്റെ സ്വദേശം. ഞാൻ PSC പരീക്ഷകൾക്ക് വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു ഇംഗ്ലീഷ്. ആ സമയത്താണ് ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കുന്നതിനെ പറ്റി ഇങ്ങനെ യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ രഞ്ജിത്ത് ഇംഗ്ലീഷ് ഓൺലൈൻ കോച്ചിങ്ങിനെ പറ്റി ഇങ്ങനെ കേട്ടത്. ഞാൻ രഞ്ജിത്ത് സാറിനെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു 3 months ഓൺലൈൻ ക്ലാസ് ആണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഏകദേശം 3 months കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ എനിക്ക് വളരെയധികം ഗുണം ചെയ്തു. അദ്ദേഹം ഗ്രാമർ സബ്ജക്റ്റുകളെല്ലാം അദ്ദേഹം ഓൺലൈനായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയും ബാക്കി വൊക്കാബുലറി പോലുള്ള സബ്ജക്റ്റുകൾ അദ്ദേഹം PDF രൂപത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെയും SCRTയുടെയും ടോപ്പിക്സ് വെച്ചിട്ട് അദ്ദേഹം വൊക്കാബുലറി നമുക്ക് PDF ആയിട്ട് അയച്ചു തരികയും ചെയ്തു. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റ് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ പറയുകയും അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ ഒക്കെ അദ്ദേഹത്തോട് മെസ്സേജ് ചെയ്യാൻ നമ്മളെ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ പറ്റും. അതൊക്കെ അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെ ഒരു 3 മാസത്തെ ഇൻട്രാക്ഷനോടുകൂടിയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. എനിക്ക് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രഞ്ജിത്ത് ഇംഗ്ലീഷ് കോച്ചിങ് സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ് സ്വീകരിക്കാവുന്നതാണ്. താങ്ക് യു. സുജേഷാണ്, കണ്ണൂരിലാണ്. സാറിൻ്റെ ക്ലാസ് ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരു ബുക്ക് എടുത്ത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ ഓക്സിലറി വേർബ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായി. നല്ല സിമ്പിളായിട്ട് തന്നെയാണ് സാറ് ക്ലാസ് എടുത്ത് തന്നത്. ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പോൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇംഗ്ലീഷിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടി. എന്തായാലും ക്ലാസ് നല്ല സൂപ്പറായിരുന്നു സാർ. താങ്ക് യു. മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.